മലപ്പുറത്ത് നിന്ന് മുംബൈയിലേക്ക് തെങ്ങ് കയറാൻ പോയ ഒരു റാഫിയുടെ സംഭവവികലമായ കഥയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇനി ക്ഷണിക്കുന്നത്. തെങ്ങ് മലയാളികൾക്ക് വൈകാരികമായ അടുപ്പമുള്ളൊരു സാധനമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്കാലത്തൊക്കെ തെങ്ങിനെ കെട്ടിപ്പിടിച്ചു പോകും. തിരക്കേറിയ ഈ മുംബൈ നഗരത്തിൽ ആകാശമുട്ട നിൽക്കുന്ന ഈ തെങ്ങിൽ കയറണമെങ്കിൽ അതിനൊരു പ്രത്യേക വൈദഗ്ധ്യം വേണം. അതിന് മലപ്പുറം റാഫി വേണം. മലപ്പുറം റാഫിയുടെ തെങ്ങേറ്റ വിശേഷങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ മോർണിംഗ് ഷോയിൽ വരികയാണ്. നമസ്കാരം. കേരം തിങ്ങും കേരള നാട്ടിൽ നിന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം മുംബൈയിലേക്ക് എത്താൻ. മുംബൈയിലെത്തി നിൽക്കുമ്പോൾ അവിടെയും നിരവധി തെങ്ങുകൾ. മുംബൈ നഗരത്തിനകത്തുള്ള ഇത്രയധികം തെങ്ങുകളുള്ളപ്പോൾ അതിലൊക്കെ കയറുന്നത് ആരാകും? തേങ്ങയിടുന്നത് ആരാകും? ആ അന്വേഷണം ഞങ്ങളെ കൊണ്ട് എന്ന് എത്തിച്ചത് ഒരു മലയാളിയിലാണ്. ആ മലയാളിയെ നമുക്ക് നേരിൽ കണ്ട് പരിചയപ്പെട്ട് വിശേഷങ്ങൾ ചോദിക്കാം. മുംബൈ നഗരത്തിൽ തേങ്ങയിടുന്ന ആ മലയാളി മുഹമ്മദ് റാഫി ഇപ്പൊ എൻ്റെ ഒപ്പം ഉണ്ട്. റാഫിക, ഇന്നത്തെ പണി കഴിഞ്ഞോ? ഇന്നത്തെ പണി കഴിഞ്ഞ് നല്ല ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ ജോലി ചെയ്യാണ്. കാരണം ഇതിൻ്റെ ചരിത്രങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷം 9 വയസ്സിൽ ബോംബെ നഗരത്തിലേക്ക് ചാടിയ ഒരു വ്യക്തിയാണ്. 9 വയസ്സിൽ വന്നോ? 9 വയസ്സിൽ വളരെ കുട്ടിയാകുമ്പോൾ 9 വയസ്സിൽ ഞാൻ വളരെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു മണ്ണെണ്ണ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടാങ്കി, ആ മണ്ണ ടാങ്കി അങ്ങോട്ട് അതിൻ്റെ ആപ്പ് മണ്ണെണ്ണ ആയപ്പോൾ അവർ അതിൻ്റെ കടക്കാരൻ എന്ത് ചെയ്ത് ഒന്നിങ്ങനെ ചെരിച്ചിട്ട് അതിൻ്റെ അടിയിൽ ടയറൊന്നാണ്ട് വെച്ചു കൊടുത്ത് ഏതോ കുട്ടിയെ കൊണ്ടിട്ടാണ് മറിച്ചിട്ട്. ആ വഴി കൂടെ ഞാനാ വരുന്നത്. എല്ലാ കുട്ടികളോട് വിളിച്ച ഉസ്താദ് ആരാണ് മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ അതിൽ 1-2 കുട്ടികൾ പറഞ്ഞ് റാഫിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നോട് വിളിച്ചപ്പോൾ ഞാൻ ആ ഉസ്താദിനെ കണ്ട് പേടിച്ച് നിൽക്കുക. ആരുടെ മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് ചോദിച്ചു. ഇനി ഞാൻ മിണ്ടാതെ നിന്ന കാരണം എന്തായത്, ആ വാവലേര് ഉസ്താദ് ഉണ്ടല്ലോ കാടഞ്ചേരിയുള്ളത്, അന്ന് ഞങ്ങളെ മറവഞ്ചേരിയിലാണ് പഠിപ്പിക്കണേ. അതും കട്ട് പുളിയുടെ കൊമ്പുണ്ടല്ലോ അത് എടുത്തിട്ട് അത് പൊട്ടോളിട്ടുണ്ട് അടിച്ച്. അതോട്ട് പോയപ്പോൾ എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് ചെന്നോ ഒപ്പം എന്നോട് എന്താ പറഞ്ഞാരോ, പട കുട്ടി ടെൻഷൻ അടിക്കണ്ട, ഞാൻ ആ ഉസ്താദിനോട് പോയി ചോദിച്ചോണ്ട് ആ ഉസ്താദിനെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞാൻ വെറുതെ എന്നോട് സമാനപ്പെടുത്തി. ഞാൻ എന്നിട്ട് നേരം മുഴുക്കുമ്പോൾ ഇപ്പോൾ അറിഞ്ഞിച്ച് മദ്രസയിലും സ്കൂളിലും പഠിക്കണ്ട, ഈ ബോംബെ ഇപ്പോൾ ഇവിടെ ബോംബെയിൽ ENT ഹോസ്പിറ്റലിൻ്റെ അവിടെ 2 കട ഉണ്ട്, ഇളനീങ്കാടയും ബീഡിക്കാടയും റോട്ടും വേണം കട. അവസാനം അവിടെ കൊണ്ടുപോയിട്ടിട്ട് അറിയിച്ച് ഇവിടത്തനായിട്ട് പഠിച്ചോ, അവിടെ സ്കൂളാണ്, എല്ലാവരും സ്കൂളിൻ്റെ അകത്തോട്ട് പഠിച്ചോട്ടെ, ഇച്ച് പുറത്തിരുത്തിനായിട്ട് പഠിച്ചോ എന്നും പറഞ്ഞു. അതാണ് എൻ്റെ പഠനം. ആ പഠനം പഠിച്ചിട്ട് ഇപ്പോൾ അവസാനം ആകാശത്തിൻ്റെ മേധം അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു പോയിപ്പോൾ. അതാണ് ഇപ്പോൾ ഉണ്ടായത്. പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ദൈവം ഒന്നും കൈവിട്ടിട്ടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടും ഇപ്പോൾ 4-5 കടപടമുണ്ട്, നാട്ടിൽ 2-3 സ്ഥാപനമുണ്ട്. അതുപോലെ എനിക്ക് അവിടെ ഇല്ലാത്ത ഇതൊന്നും ഈ തെങ്ങ് കയറ്റത്ത് കൂടി ഈ തെങ്ങ് കയറ്റത്ത് അധ്വാനിച്ചിട്ട് ഒരാളെ 1 റുപ്യ എൻ്റെ ഈ രക്തത്തിലില്ല. ഏത് അപകടം പിടിച്ച തെങ്ങ്, പ്രൈവറ്റ് തെങ്ങായാലും ഈ വ്യക്തി കയറണം. പരുന്ത് വന്ന് കൊത്തും. ഈ ചില തെങ്ങുമ്പോൾ പരുന്തിൻ്റെ കൂടുണ്ടാവും, പരുന്തിൻ്റെ ആക്രമണം എല്ലാം കൊള്ളണം. ഇന്നാള് ചെവി ഇടന്നിട്ട് കൊത്തില്ല. ഇന്നത്തെ ഏതായാലും പണി കഴിഞ്ഞു സാർ. എത്ര എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പറയാണ്ട് അതിനെ പടത്തം നടന്നു ഇതെല്ലാം വല്ല ആയത് അത് മതി. ഓക്കെ, അതാണ് റാഫിക്കിൻ്റെ ജീവിതം, റാഫിക്കയുടെ കഥ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.